ബ്രസ്റ്റ് ക്യാൻസറിന്റെ ഏർലി സയൻസ് എങ്ങനെ സ്വയം കണ്ടെത്താം? നമുക്കറിയാം, ഇന്ന് ലക്ഷക്കണക്കിന് സ്ത്രീകൾ ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവയർനെസ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു കാര്യമാണ്. കാരണം ഏർലി ഡിറ്റക്ഷൻ എപ്പോഴും ഈസിയായി ട്രീറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. ബ്രസ്റ്റ് ക്യാൻസർ തികച്ചും ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരു രോഗം മാത്രമാണ്. ഇത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്നോ, ബ്രസ്റ്റിന്റെ സൈസിലോ ഷേപ്പിലോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് നമ്മൾ നിരീക്ഷിക്കണം. കാരണം ഇത് ചിലപ്പോൾ മാസങ്ങളോളം ഒരു സിംറ്റവും ഇല്ലാതെ തന്നെ ചേഞ്ചസ് നടക്കാം. നമ്മുടെ ബ്രസ്റ്റ് മസാജ് ചെയ്ത് നോക്കി അതിൽ കട്ടകളോ അല്ലെങ്കിൽ ചെറിയ ലംസോ മുഴകൾ പോലെയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ബ്രസ്റ്റിലെ സ്കിന്നില് എന്തെങ്കിലും ചുളിവുകളോ അല്ലെങ്കിൽ കുഴി പോലെ കാണലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഡോക്ടറെ കാണിക്കേണ്ട ഒരു സൈൻ തന്നെയാണ്. നിപ്പിൾ വലിഞ്ഞു പോവുകയോ നിപ്പിളിൽ നിന്ന് അബ്ഡോമലായിട്ട് ഡിസ്ചാർജ് വരികയോ ഇങ്ങനെ എന്തെങ്കിലും കണ്ടാൽ ഡോക്ടറെ കാണിക്കാൻ ഒട്ടും മടി കാണിക്കേണ്ട. സെൽഫ് എക്സാമിനേഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതൊക്കെ നമുക്ക് അറിയണമെങ്കിൽ എന്ത് വേണം? നമ്മൾ നമ്മുടെ ബ്രസ്റ്റിനെ തിരിച്ചറിയണം. അറിയേണ്ടത് ബ്രസ്റ്റ് എപ്പോഴാണ് എക്സാമിൻ ചെയ്യേണ്ടത്? ബ്രസ്റ്റ് എക്സാമിൻ ചെയ്യേണ്ടത് നമ്മുടെ പീരീഡ്സ് കഴിഞ്ഞിട്ട്, ഓരോ മാസവുമുള്ള പീരീഡ്സ് കഴിഞ്ഞിട്ടാണ് ഇത് എക്സാമിൻ ചെയ്യേണ്ടത്. എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതും പ്രധാനം തന്നെ. കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് ബ്രസ്റ്റിന്റെ സൈസിനോ ഷേപ്പിനോ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് നോട്ട് ചെയ്യുക. അതുപോലെ ബ്രസ്റ്റിന്റെ നിപ്പിളിൽ നിന്ന് എന്തെങ്കിലും ഡിസ്ചാർജ് വരുന്നുണ്ടോ എന്ന്. പിന്നീട് നമ്മുടെ ഫിംഗേഴ്സ് വെച്ചിട്ട് വൃത്താകൃതിയിൽ മസാജ് ചെയ്ത് ബ്രസ്റ്റിന് ചുറ്റും നോക്കുക, എന്തെങ്കിലും മുഴയോ കട്ട പിടിച്ചതോ ആയ എന്തെങ്കിലും കാണുന്നുണ്ടോ എന്നുള്ളത്. അതിനുശേഷം നമ്മുടെ കക്ഷത്തിലും ഇതേപോലെ വൃത്താകൃതിയിൽ തന്നെ മസാജ് ചെയ്ത് നോക്കുക. കക്ഷത്തിലെ ലിംഫ് നോഡ്സ് ഉണ്ട്. ഇത് ഏകദേശം ഒരു പയറിന്റെ സൈസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ഇതിൽ കൂടുതൽ സൈസ് നമുക്ക് ഫീൽ ചെയ്യുകയോ പെയിനോ എന്തെങ്കിലും ഫീൽ ചെയ്യുകയാണെങ്കിൽ ഇത് ഡോക്ടറെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. 2 വിരലിനിടയിൽ വെച്ച് നിപ്പിളൊന്ന് അമർത്തി നോക്കുക. ഇതിൽ ഡിസ്ചാർജോ എന്തെങ്കിലും വരുന്നുണ്ടെങ്കിലും ഡോക്ടറെ കാണുന്നത് അത്യാവശ്യം. ഇത് നമ്മൾ നിന്നുകൊണ്ടാണ് ചെയ്തത്. ഇനി ഇതേ എക്സാമിനേഷൻ തന്നെ കിടന്നുകൊണ്ട് ചെയ്യുക. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എടുക്കേണ്ട മുൻകരുതലുകൾ കൂടി ഞാൻ പറയണ്ടേ? ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസിൽ നമ്മൾ സംഭവിപ്പിക്കുന്ന ചേഞ്ചസ് ആണ് ഏറ്റവും പ്രധാനം. ശരീരഭാരം നോർമൽ ലെവലിൽ നിർത്തുക. സാധാരണഗതിയിൽ ഗർഭിണിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റ് കൂടും. ഡെലിവറി കഴിഞ്ഞാൽ അതിലേറെ വെയിറ്റ് കൂടുന്നവരുമുണ്ട്. അപ്പം ഈ വെയിറ്റ് ബാലൻസ് ചെയ്ത് നിർത്തുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി. ക്യാൻസറിനെ ഭയക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വെയിറ്റ് നോർമൽ ആക്കി നിർത്തുക. എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസസോ വേറെ എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് തടി കൂട്ടുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കണ്ട് അതിനൊരു പരിഹാരം കണ്ടെത്തി വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുക. വ്യായാമത്തെ പറ്റി പല പേഷ്യൻസിനോടും പറയുമ്പോൾ അതിനൊന്നും സമയമില്ല ഡോക്ടറെ, രാവിലത്തെ പണികൾ കഴിഞ്ഞാൽ സമയമില്ല, ഓഫീസിൽ ജോലിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുണ്ടാവും നമ്മളോട് പറയും. പക്ഷേ ഇതൊന്നുമല്ല കാര്യം. നമ്മൾ നമ്മുടെ ആരോഗ്യം പ്രയോറിറ്റൈസ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് രാവിലെ സമയം കിട്ടാത്തത്. ഒരു 10-15 മിനിറ്റ് നിങ്ങൾക്ക് ദിവസവും നിങ്ങളെ ശ്രദ്ധിക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ ഭാവിയിൽ നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ 24 മണിക്കൂറും അസുഖത്തിലേക്ക് പോകേണ്ട ഒരു ഗതി ഉണ്ടാവും. അതിനാൽ വ്യായാമം ഒരു ശീലമാക്കിയേ മതിയാകും. വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് വരെ വളരെയധികം സ്ട്രെസ്സാണ് എന്ന് പറയുന്നതാണ്. എനിക്ക് തോന്നുന്നു ജോലിക്ക് പോകുന്ന സ്ത്രീകളാണ് കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിരിക്കുന്നതെന്ന്. രാവിലെ ജോലികളൊക്കെ ഏകദേശം എടുപിടിയെന്നാക്കിയിട്ട് പെട്ടെന്ന് ജോലിക്ക് പോവുകയും അവിടെ കൊളീഗ്സുമായി കണ്ട് സംസാരിച്ച് മിങ്കിൾ ചെയ്യുന്നതിനാൽ പല ടെൻഷൻസ് അവർ മറക്കുകയും ചെയ്യുന്നു. ഈ 2 വിഭാഗം സ്ത്രീകൾക്കും അവരുടേതായ സ്ട്രെസ്സുകളുണ്ട്. വ്യായാമം ഏകദേശം 90% വരെ നമ്മുടെ സ്ട്രെസ്സിനെ കുറയ്ക്കുന്നു. പുകയില, മദ്യപാനം തുടങ്ങിയ ശീലമുള്ളവരാണെങ്കിൽ അത് ഉപേക്ഷിക്കുക. കാരണം ഇതും ക്യാൻസറിനുള്ള സാധ്യത വളരെയധികം കൂട്ടുന്നു. പഴങ്ങളും പച്ചക്കറികളും വിത്തുകളും ഭക്ഷണത്തിൽ എന്തായാലും ഉൾപ്പെടുത്തണം. പലപ്പോഴും ഇലക്കറികളെ നമ്മൾ മറക്കുന്നതാണ്. ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഉണ്ടെങ്കിൽ തന്നെ പകുതിയോളം ആരോഗ്യത്തിലേക്കുള്ള വഴി തുറന്നു. ഇനി 40 വയസ്സിന് മുകളിലാണ് നിങ്ങളെങ്കിൽ ഒരു മാമോഗ്രാം ചെയ്തോളൂ. ഒരു പ്രിവെൻഷൻ മാത്രം. സ്വന്തം ശരീരത്തെ ശ്രദ്ധിക്കുന്നതോ സ്നേഹിക്കുന്നതോ ഒരു സെൽഫിഷ്നെസ് അല്ല, ഇത് സെൽഫ് കെയർ ആണ്. ആരോഗ്യത്തോടും സന്തോഷത്തോടും കൂടി ഇരിക്കാനുള്ള നമ്മുടെ അവകാശം മാത്രമാണ്. ഇത് ഒരു ദിവസത്തേക്കോ ഒരു മാസത്തേക്കോ ഉള്ള ഒരു ജാഗ്രത മാത്രമല്ല, ഇത് ഒരു ശീലമാക്കേണ്ട കാര്യവും കൂടിയാണ്. സ്വയം പരിശോധിക്കാം, ശ്രദ്ധിക്കാം. കാരണം നിങ്ങളുടെ ജീവിതം വിലപ്പെട്ടത് തന്നെയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റായി ഇടൂ. പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കാൻ വൈകുമ്പോൾ
പിന്നീട് അത് വലിയ രോഗങ്ങളിലേക്കും ദുഃഖങ്ങളിലേക്കും കൊണ്ടെത്തുക സ്വാഭാവികം. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കുക.